ജൂലൈ 25 വേൾഡ് IVF ഡേ ആയിട്ട് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. 1978 ലോകത്തിലെ ആദ്യത്തെ IVF ബേബി ലൂയിസ് ജോയ് ബ്രൗൺ എന്ന പെൺകുട്ടി ജനിക്കുന്നത്. അതൊരു റിപ്രൊഡക്റ്റീവ് മെഡിസിൻ്റെയും ഗൈനക്കോളജിയിലെ ഒരു റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു. യൂട്രസിന് പുറത്തൊരു കൺസെപ്ഷൻ നടക്കുന്നു, ആ ബേബിയെ നമ്മൾ ആ എംബ്രിയോ യൂട്രസിനകത്തേക്ക് ഇടുന്നു, ആ ബേബി വളർന്നു വന്ന് സിസേറിയൻ ഡെലിവറി ആയിരുന്നു. ജൂലൈ 25 ആ കുട്ടി ജനിച്ചത്. ആ കുട്ടി പിന്നെ വളർന്ന് അവർക്ക് നോർമലായിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഒരുപാട് കോൺട്രവേഴ്സീസും ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ആദ്യത്തെ IVF ബേബി പിറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയും അതിൻ്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 25 നമ്മൾ വേൾഡ് IVF ഡേ അല്ലെങ്കിൽ വേൾഡ് എംബ്രിയോളജിസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇപ്പോൾ 48 വർഷമായി അതിനുശേഷം ഒരുപാട് പുതിയ അഡ്വാൻസസ് വന്നിട്ടുണ്ട്. അന്നൊക്കെ IVF മാത്രമാണുള്ളത്. അതായത് നമ്മളൊരു ഡിഷ് എടുത്തിട്ട് അതിനകത്ത് ഒരു ഓവം വെക്കും, കുറേ സ്പേം ഇടും, സ്പേം തന്നെ സ്വിം ചെയ്ത് പോയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാന്നുള്ളത്. ഇപ്പം നമ്മൾ ഓവത്തെ പിടിച്ചിട്ട് ഒരു സ്പേമിനെ എടുത്തിട്ട് ഓവത്തിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും, ഇക്സി എന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ ഫ്രീസിങ് മെത്തേഡ്സ് ഒക്കെ വളരെ ബെറ്ററാണ്, നമ്മുടെ മരുന്നുകൾ വളരെ ബെറ്ററാണ്, നമ്മുടെ കോംപ്ലിക്കേഷൻ സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് കേസസിൽ പോലും IVF സക്സസ്ഫുൾ ആക്കുന്ന രീതിയിൽ ആ ടെക്നോളജി ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ IVF ഡേ എന്ന് പറയുന്നത് IVF അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ്. ഈ ലൂയിസ് ജോയ് ബ്രൗണിൻ്റെ കഥ കൂടുതൽ അറിയണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ജോയ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. വളരെ നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അവരുടെ ആ സ്ട്രഗിൾസും അവർ കടന്നുപോയ ബുദ്ധിമുട്ടുകളും ആ ഒരു സയൻറ്റിഫിക് സാധനം ബാക്കി സയൻറ്റിസ്റ്റുകളെ തന്നെ കൺവിൻസ് ചെയ്യാൻ അവരെന്ത് കഷ്ടപ്പെട്ടു എന്നും അവസാനം കുറേ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഈ കുട്ടി ജനിച്ചപ്പം ആ പേരൻസിൻ്റെയും ആ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സന്തോഷമൊക്കെ ആ സിനിമ വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് റിമെമ്പർ ജൂലൈ 25 വേൾഡ് IVF ഡേ.